ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ഇനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പേപ്പറിൻ്റെ സിലബസ് ആണ്. അതായത് എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഗ്രൂപ്പ് എ ആൻഡ് ബിയുടെ കെമിസ്ട്രിയുടെ പേപ്പറാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് അലൈഡ് കോഴ്സസിൻ്റെ കെമിസ്ട്രി പേപ്പറാണ് ഈ കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ. കമ്പ്യൂട്ടർ സയൻസ് അലൈഡും ദെൻ ഇലക്ട്രിക്കലും എല്ലാം ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് 4 മൊഡ്യൂൾസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ 4 മൊഡ്യൂൾസ് എന്തൊക്കെയാണ്, അതിനകത്തെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഇതിനെ തന്നെ 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇലക്ട്രോ കെമിസ്ട്രിയും സെക്കൻഡ് പാർട്ട് കൊറോഷനും. ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മൊഡ്യൂളാണിത്. അതായത് ഇതിനകത്ത് വരുന്നത് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നേൺസ്റ്റ് ഇക്വേഷൻ എന്താണ്, അതിൻ്റെ ഡെറിവേഷൻ എന്താണ്, അതുപോലെ തന്നെ എന്താണ് റെഫറൻസ് ഇലക്ട്രോഡ്, ഈ റെഫറൻസ് ഇലക്ട്രോഡ്സ് എന്തിന് യൂസ് ചെയ്യുന്നു, ഈ റെഫറൻസ് ഇലക്ട്രോഡ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോലുള്ള റെഫറൻസ് ഇലക്ട്രോഡ്സിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു സൊല്യൂഷൻ്റെ pH എങ്ങനെ കണ്ടുപിടിക്കുക, ദെൻ മെഷർമെൻറ്റ് യൂസിങ് ഡിജിറ്റൽ കണ്ടക്ടിവിറ്റി മീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, അതായത് കണ്ടക്ടിവിറ്റി എങ്ങനെ മെഷർ ചെയ്യാം, എന്താണ് ലിത്തിയം അയോൺ ബാറ്ററി, അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നതാണ് കൊറോഷൻ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ കൊറോഷൻ നമ്മളെ ഡെയിലി ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് കൊറോഷൻ സംഭവിക്കുന്നു, ദെൻ എന്താണ് കൊറോഷൻ കൺട്രോളിങ് മെത്തേഡ്സ്. നമുക്ക് 2 ടൈപ്പ് മെത്തേഡ്സ് യൂസ് ചെയ്യാം, സാക്രിഫിഷ്യൽ ആനോഡിക് മെത്തേഡും ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡും. അതെന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണ്, ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് എന്താണ്, അതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അതിനകത്ത് വരുന്നത് നാനോ മെറ്റീരിയൽസ്, പോളിമേഴ്സ്, ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ്. അതിൽ നാനോ മെറ്റീരിയൽസിൽ വരുമ്പോൾ വാട്ട് ഈസ് നാനോ മെറ്റീരിയൽ, എന്താണ് നാനോ മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇനി എങ്ങനെ ഡയമെൻഷൻ അനുസരിച്ചും മെറ്റീരിയൽസ് അനുസരിച്ചും എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ നാനോ മെറ്റീരിയൽസിനെ പ്രിപ്പയർ ചെയ്യാം, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് എന്താണ്, അതെന്തിനു യൂസ് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്, കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളറിൻസ് തുടങ്ങിയവരുടെ ആപ്ലിക്കേഷൻസ്. പിന്നെ വരുന്നത് പോളിമേഴ്സ് നിങ്ങൾ +2 ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് പോളിമർ എന്നുള്ളത്. അപ്പോൾ ഈ പോളിമേഴ്സിനെ നമുക്ക് എങ്ങനെ എക്സാമ്പിൾസ്, ഏതൊക്കെ എക്സാമ്പിൾസ്, പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇനി ഫയർ റിട്ടാർഡഡ് പോളിമേഴ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതായത് പോളിയാനിലിൻ, പോളിപൈറോൾ തുടങ്ങിയ പോളിമേഴ്സിൻ്റെ സിന്തസിസും അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ് LED, ഇനി അതുപോലെ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് എന്താണ്, അതൊക്കെയാണ് ആ ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഇതിനകത്ത് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, വാട്ട് ഈസ് സ്പെക്ട്രോസ്കോപ്പി, എന്താണ് സ്പെക്ട്രോസ്കോപ്പി, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് സ്പെക്ട്രാസ്. ഈ സ്പെക്ട്രോസ്കോപ്പിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ലോയാണ് ബിയർ-ലാംബേഴ്സ് ലോ, അതെന്താണ്, പിന്നെ അതുപോലെ എന്താണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, എന്താണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, എന്താണ് യൂസസ്, അതെവിടെയൊക്കെ യൂസ് ചെയ്യും, ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിനും എങ്ങനെയാണ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഉള്ളത്, ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നതാണ് തേർമൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഡൈ ഇലക്ട്രിക് തേർമൽ അനാലിസിസ്, ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് സബ്സ്റ്റൻസിനെ അനലൈസ് ചെയ്യുന്ന മെത്തേഡ്സാണ്, അതെങ്ങനെയാണ്,
ഇനി എന്താണ് അത് പോളിമേഴ്സിൻ്റെ കേസും പഠിക്കാനുണ്ട്. ദെൻ പിന്നീട് വരുന്നത് ഒരു സെം എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് പിന്നീട് വരുന്നത്. അതാണ് തേർഡ് മൊഡ്യൂൾ. സ്പെക്ട്രോസ്കോപ്പി, തേർമൽ അനാലിസിസ്, ഒരു മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ്. ഇനി ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത് വാട്ടർ ക്യാരക്ടേഴ്സാണ്. അതായത് വാട്ടർ എന്താണ് ഹാർഡ്നെസ്, എന്താണ് ഹാർഡ് വാട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഹാർഡ്നെസ് എങ്ങനെ റിമൂവ് ചെയ്യാം, എങ്ങനെ ഡിഗ്രീസ് ഓഫ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാം, വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം, ഇനി എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്, അതുപോലെ തന്നെ വാട്ടർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് എന്തൊക്കെ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ എങ്ങനെ നമുക്ക് അതായത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്ന് ഡ്രിങ്കിങ്ങിന് പറ്റുന്ന വാട്ടറിനെ സിന്തസൈസ് ചെയ്തെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 മൊഡ്യൂൾസാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ലെക്ചേഴ്സ്, നോട്ട്സ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് നമുക്ക് അസസ് ചെയ്ത് അതിൻ്റെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.